ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന കെമിസ്ട്രിയുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ റിവ്യൂ ക്ലാസ്സിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. സ്റ്റുഡൻസ്, ഗ്യാസുകളുടെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ നമുക്കിവിടെ വായിക്കാം. കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം, റിയൽ വോളിയം ഓഫ് ഗ്യാസ് ഈസ് വെരി ലെസ്. വാതകങ്ങൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവയുടെ വോളിയം വളരെ കൂടുതലായിരിക്കും, എന്നാൽ അതിനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവയുടെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അളവ് ഇരിക്കാൻ ഒത്തിരി സ്പേസ് വേണ്ടി വരും, പക്ഷേ എണ്ണി നോക്കുമ്പോൾ അത്രയും മോളിക്യൂൾസ് അതിനകത്ത് ഉണ്ടാകണമെന്നില്ല, തന്മാത്രകൾ ഉണ്ടാകണമെന്നില്ല. മോളിക്യൂൾസ് ആർ ഇൻ റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്. വാതക തന്മാത്രകൾ ഇപ്പോഴും എല്ലാ ഡയറക്ഷനിലേക്ക്, എല്ലാ ദിശകളിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊളീഷൻ വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് വാൾ ഓഫ് കണ്ടെയ്നർ. ഇങ്ങനെ ഈ മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ എപ്പോഴും ഗ്യാസ് മോളിക്യൂൾസ് അതിനെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നർ, ആ പാത്രത്തിലേക്ക് തട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവ തമ്മിലും പരസ്പരം കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നോ എനർജി ലോസ് ഇൻ കൊളീഷൻ ഡ്യൂ ടു ഇലാസ്റ്റിക് നേച്ചർ. ഈ വാതക തന്മാത്രകൾക്ക് ഇലാസ്റ്റിക് നേച്ചർ ഉള്ളത് കൊണ്ട് അവ ഈ തട്ടി അങ്ങ് തെറിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും എനർജി നഷ്ടപ്പെട്ടു പോകുന്നില്ല, എനർജി ലോസ് ഉണ്ടാകുന്നില്ല. ഇനി അട്രാക്ഷൻ, നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ഓർ വിത്ത് വാൾ ഓഫ് കണ്ടെയ്നർ. ഒരു ഗ്യാസ് മോളിക്യൂളിനും അതിനെ ഉൾക്കൊള്ളുന്ന ആ പാത്രവുമായിട്ട്, അതിൻ്റെ മോളിക്യൂൾസുമായിട്ട് ഒരു തരം അട്രാക്ഷനും ഇല്ല. അവർ തമ്മിലും യാതൊരു തരം അട്രാക്ഷനും ഇല്ല. അപ്പോൾ ഗ്യാസുകളെക്കുറിച്ച്, വാതകങ്ങളെക്കുറിച്ച് ഈ 5 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എനർജി, മൂവ്മെൻറ്റ് ആൻഡ് അട്രാക്ഷൻ. ഗ്യാസിനെ കുറിച്ച്, ഗ്യാസുകളുടെ, വാതകങ്ങളുടെ ഊർജം, അവയുടെ ചലനാവസ്ഥ, അവയുടെ അട്രാക്ഷൻ എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം. എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വെരി ഹൈ. അത് തന്നിട്ടുണ്ട്. വാതക തന്മാത്രകൾക്ക് വലിയ ഊർജമുണ്ട്. അവയുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, ഡിസ്റ്റൻസ്, വാതക തന്മാത്രകൾ എപ്പോഴും അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും, ഗ്രേറ്റ് എന്ന് എഴുതുവാനായിട്ട് സാധിക്കും. അവയുടെ മോളിക്യൂൾസ് തമ്മിൽ വളരെ അകലമുണ്ട്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് അത് വളരെ ഹൈ ആണ്. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ലെസ്. അതേസമയം സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയൊക്കെ മോളിക്യൂൾസ് തമ്മിൽ പിന്നെ അട്രാക്ഷൻ ഉണ്ട്, എന്നാൽ ഗ്യാസുകളുടെ മോളിക്യൂൾസിന് അട്രാക്ഷൻ ഇല്ല. വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം, ഊഷ്മാവ് ഇവയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്താണ് വോളിയം എന്ന് വെച്ചാൽ? എന്താണ് വ്യാപ്തം? ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന ആ കണ്ടെയ്നർ, ആ പാത്രത്തിൻ്റെ വോളിയമായിരിക്കും. ഇപ്പം നമ്മളൊരു ഗ്യാസിനെ ഒരു 5 ലിറ്റർ പാത്രത്തിലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വോളിയം 5 ലിറ്റർ ആയിരിക്കും. അതിനെ നമ്മൾ 10 ലിറ്ററുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം 10 ലിറ്ററായിട്ട് മാറും. അപ്പോൾ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ദെൻ പ്രഷർ. പ്രഷർ എന്ന് വെച്ചാൽ എന്താണ് ഗ്യാസ് പ്രഷർ? വാതകങ്ങളുടെ മർദ്ദം എന്ന് വെച്ചാൽ എന്താണ്? ദ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ. ഒരു വാതകത്തെ നമ്മളൊരു പാത്രത്തിൽ, ഒരു കണ്ടെയ്നറിൽ എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും നമുക്കറിയാം. അപ്പോൾ ആ മോളിക്യൂൾസ് നിരന്തരം ഈ വാളിൽ ചെലുത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ, ഒരു യൂണിറ്റ് പരപ്പളവിൽ എത്ര ഫോഴ്സ് പ്രയോഗിക്കും, അതാണ് ഗ്യാസ് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് ടെമ്പറേച്ചർ. ഏതൊരു വസ്തുവിൻ്റെയും ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അതിലടങ്ങിയിരിക്കുന്ന കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ, ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടും. അല്ലെങ്കിൽ ഒരു വസ്തുവിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന് ചലിക്കുവാനുള്ള, കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ചലിക്കുവാനുള്ള ഗതികോർജ്ജമാണ്. അപ്പോൾ ആ ഊർജ്ജവും വർദ്ധിച്ചു വരും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
പ്രഷറും വോളിയവും തമ്മിൽ എന്താണ് ബന്ധം? ആരോ മാർക്ക് നോക്കിയാൽ നമുക്ക് കാണാം, പ്രഷറും വോളിയവും തമ്മിൽ റിവേഴ്സ് പ്രൊപ്പോർഷനാണ്. പ്രഷറും വോളിയവും തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v. വോളിയവും പ്രഷറും ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ 1/, ആയതുകൊണ്ട് ഇത് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ് ഇവർ തമ്മിൽ. അപ്പോൾ എന്ന് വെച്ചാൽ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്യാസിനെ ഇത്രയുള്ളൊരു പാത്രത്തിൽ കുറേ ഗ്യാസ് മോളിക്യൂൾസിനെ എടുത്തു വെച്ചിരിക്കുക. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മളതിനെ കുറച്ചും കൂടെ വോളിയമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി, ഇത്രയും ഗ്യാസ് മോളിക്യൂൾസിനെ തന്നെ. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രഷർ കുറയും, അത് ഈ കണ്ടെയ്നറിൽ വന്ന് തട്ടുന്നതിൻ്റെ റേറ്റ് കുറയും. അപ്പോൾ ഇത്ര നേരം ഇത് ചെറിയൊരു ഇതിലായിരുന്നു, അപ്പോൾ ഇവിടെ വോളിയം കുറവായിരുന്നു, അപ്പോൾ പ്രഷർ കൂടുതലായിരുന്നു, അല്ലേ? പ്രഷർ കൂടുതലായിരുന്നു. ഇവിടെ വോളിയം കൂടി, അപ്പോൾ പ്രഷർ കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വോളിയവും പ്രഷറും തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. ദെൻ സ്റ്റുഡൻസ്, നമുക്ക് ബോയിൽസ് ലോ, നമുക്ക് ആദ്യം പഠിക്കാനുള്ള ലോയാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്നാണ് നമ്മൾ പറഞ്ഞത്. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ നമുക്ക് V ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/p എന്ന് എഴുതാം. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് Vp ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. വോളിയം ഇൻറ്റു പ്രഷർ എപ്പോഴും ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്നുള്ളതാണ്. PV ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. ഇതിനർത്ഥം പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇതിൻ്റെ ഒരു കണ്ടീഷനുണ്ട്, അതെന്താണ്? ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. When pressure remains constant, the pressure or the volume of a gas is inversely proportional to its pressure. ഇതാണ് ബോയിൽസ് ലോ. സ്റ്റുഡൻസ്, ബോയിൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഈ അക്വേറിയത്തിൽ താഴെ ഇപ്പോൾ നമ്മൾ വെള്ളം ഇത്രയും ഉയരത്തിൽ വെള്ളം ഉള്ളപ്പോൾ പ്രഷർ കൂടുതൽ എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും പ്രഷർ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും വാട്ടറിൻ്റെ ഏറ്റവും ബോട്ടം ലെവലിലായിരിക്കും പ്രഷർ കൂടുതൽ. ഈ മുകളിലേക്ക് ചെല്ലുന്തോറും പ്രഷർ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്തോറും മുകളിലേക്ക് ചെല്ലുന്തോറും പ്രഷർ കുറഞ്ഞാൽ വന്നെ. അപ്പോൾ ഇവിടെ ഒരു ബബിൾ ഉണ്ടാകുമ്പോൾ ബബിളിൻ്റെ വോളിയം നോക്കുക, ഇവിടെ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് ബബിളിൻ്റെ വോളിയം കുറവാണ്. കുറച്ചും കൂടെ മുകളിട്ട് ചെല്ലുമ്പോൾ പ്രഷർ അതിനനുസരിച്ച് കുറഞ്ഞു, അപ്പോൾ വോളിയം അതിനനുസരിച്ച് കൂടി. കുറച്ചും കൂടെ മുകളിട്ട് പോകുമ്പോൾ പ്രഷർ കുറേ കൂടെ കുറഞ്ഞു, അപ്പോൾ വോളിയം വീണ്ടും കൂടി. ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ പ്രഷർ ഒട്ടുമില്ല, അപ്പോൾ വോളിയം വളരെ വലുതായി. എയർ ബബിൾ, the size of the air bubble rising from the bottom of an aquarium increases. അതിൻ്റെ കാരണം the pressure in the bottom of the aquarium tank is great, so volume is less. ദെൻ അടുത്തതായിട്ട് നമ്മൾ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കുക. നമ്മൾ ആദ്യം വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ നമ്മൾ വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ എങ്ങനെ ബന്ധമുണ്ട്, വ്യാപ്തവും ഊഷ്മാവും തമ്മിൽ എന്താണ് ബന്ധം, ഇത് രണ്ടും സെയിം ഡയറക്ഷനിലേക്ക് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വോളിയവും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വോളിയവും ടെമ്പറേച്ചറും ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. നോക്കൂ, ഈ ഒരു കാര്യമാണ് ചാൾസ് ലോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, അതിനുള്ള കണ്ടീഷൻ ഇതാണ്, കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കണം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അടുത്ത സ്റ്റെപ്പിൽ വോളിയം ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ടെമ്പറേച്ചറിനെ താഴേക്ക് കൊണ്ടുവരും. അപ്പോൾ V/T ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതിന് ഒരു എക്സാമ്പിളാണ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ കെപ്റ്റ് ഇൻ സൺലൈറ്റ് വിൽ ബസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു ബലൂൺ
കൊണ്ടുവന്ന് സൂര്യപ്രകാശത്തിൽ വെക്കുമ്പോൾ ഇതിനകത്ത് ഗ്യാസാണുള്ളത്. ഈ ടെമ്പറേച്ചർ കൂടിക്കൂടി വരുമ്പോൾ ഇതിനകത്തുള്ള ഗ്യാസിന് വോളിയം കൂടിക്കൂടി വരും. എന്ന് വെച്ചാൽ ഗ്യാസിന് ഇരിക്കാൻ കൂടുതൽ സ്പേസ് ആവശ്യം വരും. അപ്പോൾ അതിനനുസരിച്ച് ബലൂൺ കുറച്ചും കൂടെ അങ്ങ് വലുതാവാൻ തുടങ്ങും. അങ്ങനെ വലുതായ അവസാനം ഇറ്റ് വിൽ ബസ്റ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നതാണ് വെയിലത്ത് ഇടുന്ന ബലൂൺ പൊട്ടിപ്പോകാനുള്ള കാരണം. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ ലോയിലേക്ക് നമ്മൾ പോവുകയാണ്. സ്റ്റുഡൻസ്, ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുക, പ്രഷർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ വോളിയത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം വോളിയം വ്യത്യാസം അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ പ്രഷർ വ്യത്യാസപ്പെടുത്തണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുത്തണം. രണ്ടും നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം കൂട്ടാനായിട്ട് എന്താണ് മാർഗം? ഇതിൻ്റെ വോളിയം കൂട്ടാനായിട്ട് കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ വോളിയം കൂടും. നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്, അല്ലേ? കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ വോളിയവും കൂടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. സ്റ്റുഡൻസ്, ഇതാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. അവഗാഡ്രോസ് ലോയ്ക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസിൻ്റെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഗ്യാസിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇതാണ് അവഗാഡ്രോസ് ലോ. ഇപ്പോൾ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ 3 ലോസ് കണ്ടു. ഒന്ന് ബോയിൽസ് ലോ കണ്ടു. അത് നമ്മൾ പഠിച്ചത് PV ഈസ് എ കോൺസ്റ്റൻറ്റ്. രണ്ടാമതായിട്ട് നമ്മൾ ചാൾസ് ലോ കണ്ടു. അത് V/T ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നായിരുന്നു. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ അവോഗാഡ്രോസ് ലോ കണ്ടു. അത് V ഡയറക്റ്റ് പ്രൊപ്പോർഷൻ n അല്ലെങ്കിൽ V/n ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ 3 ഇക്വേഷൻസാണ് നമ്മൾ കണ്ടത്. സ്റ്റുഡൻസ്, ഹൗ ഈസ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റഡ്? നമ്മൾ ഈ ചാപ്റ്ററിൽ ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ ഒക്കെ എണ്ണം കണക്ക് കൂട്ടുന്നതിനെ കുറിച്ചാണ് ഇനിയുള്ള ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൗ ഈസ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റഡ്? വളരെ ചെറിയ പാർട്ടിക്കിൾസ് എങ്ങനെ നമ്മൾ എണ്ണി എടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 5000 രൂപ 5000 റുപ്പീസ് 5ൻ്റെ കോയിൻസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ 5ൻ്റെ കോയിൻസ് കൊടുക്കണം. 5000 രൂപയ്ക്ക് 5ൻ്റെ കോയിൻസ് കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 1000 കോയിൻസ് കൊടുത്തു കഴിഞ്ഞാലാണ് 5000 രൂപയാവുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ 5ൻ്റെ കോയിൻസ് 1, 2, 3 അങ്ങനെ നമ്മൾ 1000 വരെ എണ്ണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 30 മിനിറ്റ് എങ്കിലും ഇതിന് നമുക്ക് വേണ്ടി വരും, അല്ലേ? ഇത് എണ്ണുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല എണ്ണം കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഈ ഒരു 5 രൂപ കോയിനിൻ്റെ ഒരു 5 രൂപ കോയിൻ, ഒരു 5 രൂപ കോയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 ഗ്രാം ആണെന്ന് സങ്കല്പിക്കുക. 10 ഗ്രാം ആണ് ഒരു കോയിൻ്റെ തൂക്കം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1000 കോയിനാ വേണ്ടതെന്ന് നമുക്കറിയാം. 1000 കോയിൻ ഉണ്ടെങ്കിൽ എത്ര തൂക്കം ഉണ്ടാവും? ഇൻറ്റു 10, ഇത്രയും ഗ്രാം ആയിരിക്കും നമുക്ക് കിട്ടുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 kg, അല്ലേ? 10 കിലോഗ്രാം നാണയം, ഈ 5ൻ്റെ നാണയം എടുത്ത് 5ൻ്റെ കോയിൻ എടുത്ത് 10 കിലോഗ്രാം തൂക്കിയാൽ മതി. എത്ര സമയം വേണമെന്ന് ആലോചിച്ച് നോക്കി. ഒരു ബാലൻസിൻ്റെ ഒരു പാനിലേക്ക് 10 കിലോഗ്രാമിൻ്റെ വെയിറ്റ് വെച്ചിട്ട് കോയിൻസ് വാരി അതിനകത്തിട്ടിടുക. 10 കിലോഗ്രാം കോയിൻസ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എടുക്കുമ്പോൾ അത് എത്രയായിരിക്കും? 5000 രൂപയുണ്ടായിരിക്കും. അപ്പോൾ 5000 രൂപ 5ൻ്റെ കോയിൻ
ഉപയോഗിച്ചുകൊണ്ട് 5000 രൂപ കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് കൗണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും, പക്ഷെ അതിന് ഒത്തിരി സമയമെടുക്കും. എന്നാൽ അത് ഒരു കോയിനിൻ്റെ വെയിറ്റ് 10 ഗ്രാം ആവുമ്പോൾ അത് ഒരു 10 കിലോഗ്രാം കോയിൻ തൂക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ടും 1000 നമ്പർ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ ഇതേ രീതി തന്നെയാണ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൗണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണമാണെങ്കിലും അത് നമ്മൾ തൂക്കി നോക്കുകയാണ് ചെയ്യുന്നത്, വെയിറ്റാണ് നോക്കുന്നത്. ഹൗ ഈസ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റഡ്? മൈന്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ മൈന്യൂട്ട് പാർട്ടിക്കിൾ കഴിഞ്ഞതിൽ തന്നെ നമ്മൾ 5ന്റെ കോയിൻസ് എല്ലാം ഒരേ സൈസും അതുപോലെ തന്നെ ഒരേ വെയിറ്റും ഉള്ളതാണെങ്കിലേ ഈ രീതി ഫലപ്രദമാവുകയുള്ളൂ. എല്ലാ കോയിനും 10 ഗ്രാം വെച്ചുള്ളതാണെങ്കിലേ ഈ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ എന്നാൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസിനെ നമ്മൾ തൂക്കുമ്പോൾ ആറ്റത്തിന് കൃത്യമായിട്ട് എല്ലാത്തിനും സെയിം വെയിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനുള്ളൊരു വ്യവസ്ഥ, ഇഫ് ദ പാർട്ടിക്കിൾസ് ഹാവ് സെയിം സൈസും സെയിം മാസും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കുമെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയിലിരിക്കട്ടെ. മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവയുടെ എണ്ണം നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഡിറ്റർമൈൻ ദെയർ നമ്പർ ഓൺ ദ ബേസിസ് ഓഫ് മാസ്. അവയുടെ തൂക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൈന്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അറ്റോമിക് മാസ് ഓഫ് ഹീലിയം 4. വാട്ട് ഡു യു മീൻ ബൈ ദിസ്? ഹീലിയത്തിന്റെ മാസ് നമ്പർ 4 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 4 എന്ന് പറഞ്ഞാൽ 4 ഗ്രാം ആണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും 4 ഗ്രാം തൂക്കം ഹീലിയത്തിനില്ല. അപ്പോൾ ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് മാസ് ആണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ എന്തിനോടോ താരതമ്യം ചെയ്തിട്ട് അതിൻ്റെ എത്ര ഇരട്ടിയാണ് എന്ന് പറയുന്നതാണ് ഈ 4 എന്ന് പറയുന്ന സംഖ്യ. അപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 4 ഗ്രാമോ 4 കിലോഗ്രാമോ 4 മില്ലിഗ്രാമോ ഒന്നുമല്ല, അത് വേറെ ഏതോ ഒരു വസ്തുവിൻ്റെ വലിപ്പത്തിൻ്റെ 4 ഇരട്ടിയാണ്, 4 ടൈംസ് ആണ് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഏത് മൂലകത്തോടാണ്, എന്തിനോടാണ് ഈ ആറ്റങ്ങളുടെ മാസ് നമ്പർ കാണുവാനായിട്ട് ആ ആറ്റത്തെ ഏതിനോടാണ് താരതമ്യം ചെയ്യുന്നത്? താരതമ്യം ചെയ്യുന്ന എലമെന്റ് നമുക്കറിയാം കാർബൺ 12നോടാണ്. അതെങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? ഒരു കാർബൺ 12, കാർബണിന്റെ മാസ് നമ്പർ 12 ആണെന്ന് നമുക്കറിയാം. ഒരു കാർബണിനെ 12 പീസസ് ആക്കി 12 ഈക്വൽ പാർട്ടായിട്ട് ഒരു കാർബൺ ആറ്റത്തെ ഇങ്ങനെ മുറിക്കുന്നു. ഒരു കാർബൺ ആറ്റത്തെ 12 പീസായിട്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് മുറിക്കുക. ഓക്കെ, ഏകദേശം ഈക്വൽ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ഒരു പീസിന്റെ ഭാരം, അപ്പോൾ ഒരു കാർബൺ 12ന്റെ 1/12 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം 12 ഭാഗത്തിൽ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തിന്റെ ഇതിന്റെ വെയിറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഹീലിയത്തിന് എത്ര വെയിറ്റ് ഉണ്ട്? അപ്പോൾ ഇത് നമുക്കറിയാം കാർബണിന്റെ മാസ് 12 ആണ് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ 12ൽ 1 വെച്ചാൽ 1 ആയിരിക്കും അതിന്റെ മാസ് എന്ന് പറയുന്നത്, അല്ലേ? ഈ പീസിന്റെ 1 ആയിരിക്കും. അങ്ങനെ ഓരോ പീസിന്റെ 1 വെച്ച് ടോട്ടൽ 12 ആണ്. അപ്പോൾ ഈ പീസ്, അല്ലെ, കാർബൺ 12ന്റെ 12 പീസസ്, ഹാഫ് പീസസ് എടുത്തു കഴിഞ്ഞാൽ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ ഒരു പീസ്, ഈ പീസിന്റെ എത്ര മടങ്ങ് ഉണ്ട് ഹീലിയത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതിന്റെ 4 ടൈംസ് ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഒരു കാർബൺ 12 എന്ന് പറയാൻ കാരണമുണ്ട്. കാർബൺ മാസ് നമ്പർ 12 ഉള്ളതുണ്ട്, 13 ഉള്ളതുണ്ട്, 14 ഉള്ളതുണ്ട്. അപ്പൊ ശരിക്കുള്ള കാർബൺ എന്ന് വെച്ചാൽ മാസ് നമ്പർ 12 ആയിരിക്കും. ഒരു കാർബൺ 12ന്റെ 1/12 പാർട്ടിന്റെ എത്ര ടൈംസ് ഹെവിയർ ആണ് ആ എലമെന്റ്? അപ്പോൾ ഹീലിയത്തിന്റെ മാസ് നമ്പർ 4 ആണെന്ന് വെച്ചാൽ ഹീലിയത്തിന് ഒരു കാർബൺ 12 ആറ്റത്തിന്റെ 12 പീസിലെ ഒരു പീസ്, ആ ഒരു പീസിന്റെ വെയിറ്റിന്റെ 4 മടങ്ങ് വെയിറ്റ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് പറഞ്ഞത് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് റിലേറ്റീവ് മാസ് ആണ്. അത് ഗ്രാമോ മില്ലിഗ്രാമോ ഒന്നുമല്ല, അതൊരു താരതമ്യപ്പെടുത്തി പറയുന്ന ഒരു സംഖ്യയാണ്. അതുകൊണ്ട് 4 ഗ്രാം എന്നൊന്നും ഇതിനെ നമുക്ക് പറയാൻ പറ്റില്ല. 4 യൂണിറ്റ് ഒന്നും പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഹീലിയത്തിന്റെ മാസ് നമ്പർ 4 എന്ന് വെച്ചാൽ 4 മടങ്ങാണ്. ഇവിടെ നമ്മൾ റിയാക്ഷൻ കാണിക്കുക. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് ഇക്വേഷൻ.
ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കാർബൺ ആറ്റമാണുള്ളത്, അല്ലെങ്കിൽ ഒരു കാർബൺ മോളിക്യൂൾ, അതിനകത്ത് ഒരു ആറ്റമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്ന് വെച്ചാൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 2 ഓക്സിജൻ ആറ്റം, ഒരു കാർബൺ ആറ്റം, അങ്ങനെയാണ് ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ മോളിക്യൂൾസ് നീഡഡ്, ഇതിന് കാർബൺ മോളിക്യൂളും ഓക്സിജൻ മോളിക്യൂളുമാണ് കാർബൺ ഡയോക്സൈഡ് നിർമ്മിക്കുവാനായിട്ട് വേണ്ടത്. 100 ആറ്റംസ് ഓഫ് കാർബൺ നീഡഡ്, ഹൗ മെനി ആറ്റംസ് ഓഫ് ഓക്സിജൻ? ഇപ്പം നമ്മൾ കാർബൺ ആറ്റം എത്ര എടുക്കുന്നോ, നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, കാർബൺ ആറ്റം 1 ആണെങ്കിൽ ഓക്സിജൻ ആറ്റം 2 വേണം, എന്ന് വെച്ചാൽ അതിൻ്റെ ഡബിൾ വേണം എന്നർത്ഥം, അതിൻ്റെ ഇരട്ടി വേണം. അപ്പോൾ 100 ആറ്റം കാർബൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും 200 ഓക്സിജൻ ആറ്റം വേണം. എന്ന് വെച്ചാൽ ഒരു ഓക്സിജൻ 2 ഓക്സിജൻ ആറ്റം ചേരുമ്പോൾ ഒരു മോളിക്യൂളാണ്, എന്ന് വെച്ചാൽ 100 മോളിക്യൂൾ വേണ്ടി വരും അല്ലേ. അപ്പോൾ 100 ആറ്റം കാർബൺ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ 100 മോളിക്യൂൾ ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ 200, അങ്ങനെ നമുക്കിവിടെ എത്ര കിട്ടും? 100 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് കിട്ടും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ നടക്കുമ്പോൾ അതിനകത്ത് അഭികാരകങ്ങൾ, റിയാക്റ്റൻസ് എടുക്കേണ്ടതിന് അളവുണ്ട്. അത് നമ്മൾ അളവറിയാതെ 100 കാർബൺ ആറ്റം എടുത്തു, 300 ഓക്സിജൻ ആറ്റമാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പറ്റും? കുറേ ഓക്സിജൻ ആറ്റം ബാക്കി വരും. കാരണം കാർബൺ 100 ആണെങ്കിൽ അതിന് എത്ര എടുക്കണം? അതിന് 200 ആണ് ഓക്സിജൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് ഓക്സിജൻ ബാക്കി വരും. ഇനി 200 ഓക്സിജന് പകരം നമ്മൾ 150 ഓക്സിജൻ എടുത്താലോ കുറച്ച് ഓക്സിജൻ വീണ്ടും ബാക്കി വരും അല്ലേ. കുറച്ച് ഓക്സിജൻ അല്ല ബാക്കി തന്നെ, ഇവിടെ നമ്മൾ 150 എടുക്കുകയാണെങ്കിൽ ഇവിടെ 75 കാർബൺ ആറ്റം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, 25 കാർബൺ ആറ്റം ബാക്കിയായി പോകും. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ അഭികാരകങ്ങൾ, റിയാക്റ്റൻസ് കറക്റ്റ് റേഷ്യോയിൽ എടുക്കണം. ഇവിടെ കാർബൺ ഈസ് ടു ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 1:2 ആണ് എടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ മാസ് ആൻഡ് നമ്പർ. നമ്മൾ പറഞ്ഞു നമുക്ക് ആറ്റംസ് എടുക്കേണ്ടത് എണ്ണമാണ്, പക്ഷെ മാസാണ് നമ്മൾ തൂക്കിയാണ് എടുക്കുന്നത്. ഒരു ഇത്ര തൂക്കത്തിൽ ഇത്ര എണ്ണം ഉണ്ടെന്നുള്ള ഒരു കണക്ക് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 5ന്റെ കോയിൻസ് എടുത്തപ്പോൾ നമുക്കറിയാം ഒരു കോയിന് 10 ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇവിടെ കാണുക, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ആശയം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാർബൺ ആറ്റം, അതിൻ്റെ മാസ് നമ്പർ എത്രയാണ്? അറ്റോമിക് മാസ് 12 ആണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയാണോ, ഒരു ആറ്റമാണ് ഉദ്ദേശിക്കുന്നത്, ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയാണോ അത്രയും ഗ്രാം ആ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര എണ്ണം ഉണ്ടായിരിക്കും എന്നറിയാമോ? 6.022 × 10⁻23 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു എലമെന്റിന്റെ മാസ് നമ്പർ എത്രയാണോ അത്രയും ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും എണ്ണം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജന്റെ മാസ് നമ്പർ എത്രയാണ്? 16 ആണ്. അപ്പോൾ 16 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 16 ഗ്രാം ഓക്സിജൻ എടുത്തിട്ട് അതിലെ ഓക്സിജൻ ആറ്റങ്ങളെ നമുക്ക് എണ്ണാൻ പറ്റുകയാണെങ്കിൽ അത് എത്ര ഉണ്ടായിരിക്കും? 6.022 × 10⁻23 എന്ന് വെച്ചാൽ സംഖ്യ നിങ്ങൾക്ക് അറിയാമല്ലോ. 6022 ഇട്ടിട്ട് 23-ന് 3 പൂജ്യത്തിന് പോകേണ്ടി പോയി, ബാക്കി 20 സീറോസ് വരുന്ന അത്രയും സംഖ്യ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഇരുന്ന് എണ്ണിയാൽ തീരുകയില്ല. അപ്പോൾ 16 ഗ്രാം ഓക്സിജൻ എടുത്തിട്ട് അതിനകത്ത് എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് നമ്മളെ എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റുകയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, 16 ഗ്രാം ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 6.022 × 10⁻23 ഉണ്ട്. അപ്പോൾ 12 ഗ്രാം കാർബണാറ്റത്തിലും 16 ഗ്രാം ഓക്സിജൻ ആറ്റത്തിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കും. സ്റ്റുഡൻസ്, ഇതാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ GAM, ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ആൻ ആറ്റം ഇൻ ഗ്രാംസ് എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എത്രയാണോ അത്രയും ഗ്രാമിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് 1 ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ നമ്മൾ 1 ഗ്രാം അറ്റോമിക് മാസ് കാർബൺ എടുക്കുകയാണെങ്കിൽ 12 ഗ്രാം ആയിരിക്കും. 1 ഗ്രാം അറ്റോമിക് മാസ് നമ്മൾ സോഡിയം എടുക്കുകയാണെങ്കിൽ 23 ഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? ഇത്രയും ആറ്റംസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ മറ്റൊരു പേരാണ് 1 മോൾ. 12 ഗ്രാം കാർബൺ എന്ന് പറയുന്നതും ഇത്രയും എണ്ണം കാർബൺ എന്ന് പറയുന്നതും
1 GAM കാർബൺ എന്ന് പറയുന്നത് കേട്ടോ. 12 ഗ്രാം കാർബൺ, 1 GAM കാർബൺ, 1 മോൾ കാർബൺ, ഇതെല്ലാം എന്താണ്? ഇത്രയും എണ്ണമായിരിക്കും. അപ്പോൾ 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് 1 ഗ്രാം അറ്റോമിക് മാസ് കാർബൺ, അത് തന്നെയാണ് 1 മോൾ കാർബൺ. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇത്രയും എണ്ണം ഇതെല്ലാം സെയിം ആവണമെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളൂ? 12 ഗ്രാം കാർബൺ തൂക്കിയെടുത്താൽ മതി. ഓക്കെ, ഓക്സിജൻ ആണെങ്കിലോ 16 ഗ്രാം ഓക്സിജൻ എടുത്താൽ അതിൻ്റെ മറ്റൊരു പേരാണ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓക്സിജൻ, 1 മോൾ ഓക്സിജൻ. ഇതെല്ലാം സെയിം ആണ്. നമുക്ക് ഈ ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഈച്ച് ഓഫ് ദ സാമ്പിൾ. നൈട്രജന്റെ അറ്റോമിക് മാസ് 14ഉം ഓക്സിജന്റെ 16ഉമാണ്. നമ്മളോട് ചോദിക്കാം 42 ഗ്രാം നൈട്രജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? നമുക്കറിയാം നൈട്രജന്റെ മാസ് നമ്പർ 14. അപ്പോൾ 14 ഗ്രാമില് 1 മോൾ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ 6.022 × 10⁻23 ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 42 ഗ്രാം പറഞ്ഞേക്കണം. അപ്പോൾ 14 ഗ്രാമും 14 ഗ്രാമില് 1 മോൾ, അടുത്ത 14 ഗ്രാമില് വീണ്ടും 1 മോൾ, അടുത്ത 14 ഗ്രാമില് വീണ്ടും 1 മോൾ. അപ്പോൾ ടോട്ടൽ എത്രയായി നോക്കിയേ? 42 ഗ്രാം ആയില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് തമ്മിലുള്ള ബന്ധം? 42 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? നൈട്രജന്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം 14. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എത്രയാണ്? 14 വെച്ച് 3 മോളുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, 3 മോൾ. അപ്പോൾ ഇതിനകത്തുള്ള ആറ്റത്തിന്റെ എണ്ണം നമ്മൾ എഴുതുമ്പോൾ 3 ഇൻറ്റു അല്ലെ, 1 മോളിൽ എത്രയുണ്ട്? 6.022 × 10⁻23 അല്ലേ? അപ്പോൾ 3 മോളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 42/14 = 3 ഇൻറ്റു 6.022 × 10⁻23 എന്ന് എഴുതാൻ പറ്റും. ഇനി 80 ഗ്രാം ഓക്സിജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഓക്സിജന്റെ മാസ് നമ്പർ 16 ഗ്രാമാണ്. 16. അപ്പോൾ 16 ഗ്രാമില് 1 മോൾ ഉണ്ടായിരിക്കും. അപ്പോൾ 80 ഗ്രാമിൽ എത്ര 16 ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 80/16 നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 5, 16 5 80. അപ്പോൾ 5 മോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എണ്ണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഇത്ര ഗ്രാം ആറ്റംസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്ര ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ടെന്ന് കണ്ടെത്തുന്നത് ഈ രീതിയിലാണ്. സ്റ്റുഡൻസ്, അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഗിവൺ മാസ് ഇൻ ഗ്രാംസ്. ഇപ്പോൾ ഹൈഡ്രജന്റെ നമ്മൾ ഓക്സിജന്റെ നമ്മൾ 80 ഗ്രാം എന്ന് എഴുതി, ഇവിടെ അതിന്റെ മാസ് നമ്പർ എഴുതി 16 എന്ന് എഴുതി, അങ്ങനെ നമുക്ക് 5 എന്ന് കിട്ടി അല്ലെ? നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് അറിയണമെങ്കിൽ ആ എലമെന്റ് എത്ര തന്നിട്ടുണ്ട്, എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് അതിന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്ര ഗ്രാമാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഓക്കെ, ഈ അവഗാഡ്രോ നമ്പർ, ഇതിനെ വിളിക്കുന്ന ഈ സംഖ്യയെ വിളിക്കുന്ന പേര് അവഗാഡ്രോ നമ്പർ എന്നാണ്. 6.022 × 10⁻23. ഇത് ചുരുക്കി എഴുതുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും. N ക്യാപിറ്റൽ ലെറ്റർ A ചെറുതായിട്ട് ഇങ്ങനെ എഴുതണം. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ സംഖ്യയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് NA എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, നമുക്ക് ഈ ടേബിൾ ഒന്ന് ചെയ്തു നോക്കാം. കാർബൺ അറ്റോമിക് മാസ് 12 ആണ്. അപ്പോൾ 12 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഗ്രാം അറ്റോമിക് മാസ് ആണ് അല്ലെ? അതിനകത്തുള്ള എണ്ണം എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ എണ്ണമാണ്. ഇനി ഓക്സിജൻ 16 ആണ്. അപ്പോൾ അതിന് 16 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1 ഗ്രാം അറ്റോമിക് മാസ് ആണ്. എണ്ണം ഇതാണ്, നമുക്കറിയാം. നൈട്രജൻ 14 എടുത്തു കഴിഞ്ഞാൽ 14 ആണ് നൈട്രജന്റെ മാസ് നമ്പർ, അറ്റോമിക് മാസ്. അപ്പോൾ 14 ഗ്രാം നൈട്രജൻ എടുക്കണം അല്ലെ? അപ്പോൾ അതിന് 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. അതിനകത്ത് 6.022 × 10⁻23 എണ്ണം ഉണ്ടായിരിക്കും. ഇനി ക്ലോറിൻ 35.5 ആണ് അതിന്റെ അറ്റോമിക് മാസ്. അപ്പോൾ 35.5 ഗ്രാം ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1 ഗ്രാം അറ്റോമിക് മാസ് ക്ലോറിൻ എന്ന് നമുക്ക് പറയാം. അതിനകത്ത് ആറ്റംസിന്റെ എണ്ണം ഇത്രയുമായിരിക്കും. സ്റ്റുഡൻസ്, ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. 64 ഗ്രാം ഓഫ് ഓക്സിജൻ ആണ് തന്നിരിക്കുന്നത്. ഓക്സിജന്റെ മാസ് നമ്പർ 16 ആണ്.
അപ്പോൾ എത്ര ഗ്രാം അറ്റോമിക് മാസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആകെയുള്ള വെയിറ്റിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 16 4 64 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? 4 ഇൻറ്റു 1 മോളിലാണ് ഇത്രയും. അപ്പോൾ ഇത് 4 മോളുണ്ട്, അല്ലെങ്കിൽ 4 ഗ്രാം അറ്റോമിക് മാസ് ഉണ്ട്, അല്ലെങ്കിൽ മോളായാലും കുഴപ്പമില്ല, മോൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് 4 GIM ഉണ്ട്, അതുകൊണ്ട് 4 ഇൻറ്റു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് 10 ഗ്രാം അറ്റോമിക് മാസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റോമിക് മാസ് 1 ആണ്. ഇത് ഹൈഡ്രജൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എത്ര ഗ്രാം ഉണ്ടാവും? നമുക്കറിയാം ഹൈഡ്രജൻ്റെ മാസ് നമ്പർ 1 ആണ്. അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1 മോൾ ഉണ്ട്. അപ്പോൾ 10 മോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 10 ഗ്രാം ഹൈഡ്രജൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും അല്ലേ? 10 ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ അറ്റോമിക് മാസ് 1, അത് എത്ര ഉണ്ടാവും? 10/1 ഈക്വൽസ് 10 മോൾ. അപ്പോൾ 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. ഇനി 2 ഗ്രാംസ് ഓഫ് ഹീലിയം. നമുക്കറിയാം ഹീലിയം 2 ഗ്രാമേ ഉള്ളൂ. ഹീലിയം 1 മോൾ എന്ന് പറഞ്ഞാൽ 4 മാസ് നമ്പർ 4 ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ 2/4 എഴുതേണ്ടി വരും. നിലവിലുള്ളത് 2 ഗ്രാമാണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ 4 ഗ്രാമാണ്. അപ്പോൾ നമുക്കിവിടെ 1/2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഹാഫ് മോളുള്ളൂ, ഒരു ഫുൾ മോളില്ല. ഹാഫ് GIM അല്ലെങ്കിൽ ഹാഫ് മോൾ. ഹാഫ് മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മോളിലാണ് ഇത്രയും ഉള്ളത് അല്ലേ? ഇത്രയും ഉള്ളത് 1 മോളിലാണ്. അപ്പോൾ നമുക്കിവിടെ ഹാഫ് ഇൻറ്റു എന്ന് എഴുതിയാൽ മതി. ഇനി 240 ഗ്രാംസ് ഓഫ് കാർബൺ. അറ്റോമിക് മാസ് 12 ആണ്. അപ്പോൾ 240യെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ 20 ഇൻറ്റു NA. ഞാനിവിടെ NA എന്നാണ് ഉപയോഗിച്ചത്. NA എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ തന്നെ. 20 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എണ്ണം ആറ്റംസ് ഉണ്ട്, മോളിക്യൂൾസ് അല്ല, ആറ്റംസ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നു നൈട്രജൻ 14 ആണ് മാസ് നമ്പർ, 2 മോൾ ഉണ്ടെന്ന് പറഞ്ഞു. 2 മോൾ നൈട്രജൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 28 ഗ്രാം നൈട്രജൻ ആണ് 2 മോൾ നൈട്രജൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 28 നമ്മൾ 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു NA എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. ഓക്കെ സ്റ്റുഡൻസ്, 12 ഗ്രാം കാർബണിനെ പല തരത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. 12 ഗ്രാം കാർബൺ എന്ന് വെച്ചാൽ 1 ഗ്രാം അറ്റോമിക് മാസ് കാർബണാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ 1 മോൾ ആറ്റം കാർബണാണ്, 1 മോൾ അല്ലേ? 1 മോൾ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാലും 12 ഗ്രാം കാർബണാണ്. 1 മോൾ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാലും 12 ഗ്രാം ആറ്റം. 1 ഗ്രാം അറ്റോമിക് മാസ് കാർബൺ എന്ന് പറഞ്ഞാലും 12 ഗ്രാം കാർബണാണ്. ഇനി അവഗാഡ്രോ നമ്പർ എണ്ണം കാർബണാറ്റം എന്ന് പറഞ്ഞാലും 12 ഗ്രാം ആണ്. ഇത്രയും സംഖ്യ, ഇത്രയും എണ്ണം കാർബണാറ്റം എന്ന് പറഞ്ഞാലും 12 ഗ്രാം കാർബണാണ്. അപ്പോൾ 12 ഗ്രാം കാർബണിനോട് ഈക്വൽ ആയതാണ് ഇത് 4. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് മോളിക്കുലർ മാസ് കാണുവാനായിട്ട് അറിയാമല്ലോ. മോളിക്കുലർ മാസ് എന്ന് വെച്ചാൽ ഒരു തന്മാത്രയുടെ ഭാരമാണ്. ഒരു മോളിക്കുലർ മാസ് കണക്കാക്കുക എന്ന് വെച്ചാൽ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ടോ അവരുടെ മാസ് നമ്പറുകൾ നമ്മൾ പ്ലസ് ചെയ്താൽ മതി. ഇവിടെ ഹൈഡ്രജൻ H2 ആണ്. ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 ആണ്. അപ്പോൾ H2 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ 1 ഇതിൻ്റെ 1 1 2 അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി O2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓരോ ഓക്സിജന്റെ 16 ഇൻറ്റു 2 അല്ലേ? അപ്പോൾ 32 എന്ന് എഴുതാം. ഇനി N2 നൈട്രജന്റെ 14 ആണ്. അത് 2 എണ്ണം ഉണ്ട്, 2 ആറ്റം ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2 28 അല്ലേ? അപ്പോൾ നൈട്രജന്റെ മോളിക്കുലർ മാസ് 28 ആണ്, അറ്റോമിക് മാസ് 14 ആണ്. ഇനി ജലത്തിന്റെ മാസ് നമ്പർ എത്ര വരും? ജലത്തിന്റെ മാസ് നമ്പർ നമുക്കറിയണമെങ്കിൽ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട് അല്ലേ? ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 ആണ്, അത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഈക്വൽസ് 2 എന്ന് എഴുതാം. ഓക്സിജന്റെ മാസ് നമ്പർ എത്ര? 16 അല്ലേ? അത് ഒരെണ്ണം ഉള്ളൂ, അപ്പോൾ 16. അപ്പോൾ 16 + 2 18. അങ്ങനെയാണ് ഈ 18 ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി അമോണിയയുടെ നമുക്ക് എഴുതണം. അമോണിയയുടെ നമുക്ക് എഴുതണമെങ്കിൽ നൈട്രജന്റെ എത്ര വരും? 14. ഇനി ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട് കേട്ടോ, അപ്പോൾ 3 കൂടെ വരും, അപ്പോൾ 17. അപ്പോൾ 17 ആണ് അമോണിയയുടെ മാസ് നമ്പർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മോളിക്യൂൾസിന്റെ മോളിക്കുലർ മാസ് ആണ് കണക്ക് കൂട്ടിയത്. സ്റ്റുഡൻസ്, ഇവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെയും അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെയും മോളിക്കുലർ മാസ് കണക്കാക്കാനായിട്ടാണ് നമുക്ക് ആദ്യം തന്നെ
C6H12O6 മോളിക്കുലർ മാസ് നമുക്ക് കണക്കാക്കാം. നമ്മളാദ്യം തന്നെ കാർബണിൻ്റെ അല്ലേ 6 ഇൻറ്റു ഒരു കാർബൺ ആറ്റത്തിൻ്റെ എത്രയാണ് 12 മാസ്. അപ്പോൾ 72 എന്നുള്ള സംഖ്യ നമുക്ക് കിട്ടും. ഇനി ഹൈഡ്രജൻ 2 ഉണ്ട്. ഹൈഡ്രജൻ്റെ മാസ് 1, അത് 2 ഉണ്ട്. അപ്പോൾ അത് 2. ഇനി ഓക്സിജൻ നമുക്കറിയാം, ഓക്സിജൻ്റെ മാസ് നമ്പർ 16, അത് 6 ഉണ്ട് അല്ലേ. അപ്പോൾ 96 എന്ന് വരും. ടോട്ടൽ ഗ്ലൂക്കോസ് മോളിക്യൂളിന് 6 2 8 2 170 ആണ് ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ മാസ് നമ്പർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാസ് നമ്പർ കണ്ടെത്താം. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഹൈഡ്രജൻ്റെ എത്ര വരും 1, അത് 2 ഉണ്ട്, ഈക്വൽസ് 2. ഇനി സൾഫറിൻ്റെ മാസ് നമ്പർ 32 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സൾഫർ ഉള്ളൂ, 32 ആണ് മാസ് നമ്പർ. അപ്പോൾ നമുക്ക് 32 എന്ന് എഴുതാം. പിന്നെ ഓക്സിജൻ എത്രയുണ്ട് 16 ആണ് മാസ് നമ്പർ. H2SO4 അല്ലേ, O4 4 ഉണ്ട്. അപ്പോൾ 16 4 64. അപ്പോൾ 98 എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ മാസ് നമ്പർ കണക്കാക്കാനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക.